വെൽക്കം ടു എക്സലന്റ് അക്കാഡമി കുന്നുകര. ഇന്ന് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി രണ്ടാമത്തെ ചാപ്റ്ററായ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന ചാപ്റ്ററിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് മാറ്റർ? ഒരു പദാർത്ഥത്തിന്റെ അവസ്ഥകൾ, 3 അവസ്ഥകളാണ് നമ്മൾക്ക് അറിയാവുന്നത്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതായത് ഖരം, ദ്രാവകം, വാതകം. ഈ വാതകത്തിനെയാണ് നമ്മൾ ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഗേഷ്യസ് സ്റ്റേറ്റിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഗേഷ്യസ് വാതകങ്ങൾക്കുള്ള പ്രത്യേകത എന്താണ്? അവർ ഫ്രീ ആണ്, അവർക്ക് ഫ്രീ മൂവ്മെന്റ് ആണ്. ക്ലോസ്ഡ് കണ്ടെയ്നർ അല്ലെങ്കിൽ അവർ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. നമ്മൾ ഒരു കുക്കിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെലീഷ്യസ് ഡിഷസിന്റെ ഒക്കെ സ്മെല്ല് നമുക്ക് അടുത്ത വീടുകളിൽ നിന്നാണ് കൂടുതലായിട്ടത് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താണ്? അത് ഗേഷ്യസ് സ്റ്റേറ്റിലായതുകൊണ്ട് അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നു. നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യും, നമ്മൾക്ക് അതിന്റെ സ്മെല്ല് കിട്ടുന്നില്ല. അതിന്റെ കാരണം ഫ്രീ മൂവ്മെന്റ് ഓഫ് എ മോളിക്യൂൾസ് ഇൻ എ ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ഗേഷ്യസ് സ്റ്റേറ്റിന്റെ പ്രത്യേകതകൾ: ഇറ്റ് കണ്ടെയ്ൻ ന്യൂമറസ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ന്യൂമറസ്. കമ്പയർഡ് വോളിയം ഓഫ് ഗ്യാസ്, റിയൽ വോളിയം ഓഫ് മോളിക്യൂൾസ് ഈസ് വെരി ലെസ്. വോളിയം ഓഫ് ഗ്യാസിനെ നോക്കുമ്പോൾ അതിൽ റിയൽ വോളിയം ഓഫ് മോളിക്യൂൾസ് ഈസ് വളരെ കുറവായിരിക്കും. റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻ, എല്ലാ ഡയറക്ഷനിലേക്കും മൂവ്മെന്റ് ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഫ്രീ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഡ്യൂ ടു ദ കൊളീഷൻ, ടോട്ടൽ കൊളീഷൻ ഓഫ് വാൾസ് അക്കൗണ്ട് ഓഫ് പ്രഷർ. കൊളീഷൻ സംഭവിക്കുന്നത് മോളിക്യൂൾസ് മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ അവർ തമ്മിൽ കൊളൈഡ് ചെയ്യും, തമ്മിൽ കൂട്ടിമുട്ടി ഇടിക്കുന്നു. ആ കൂട്ടിമുട്ടി ഇടിക്കുന്നതിന് ഫലമായിട്ട് അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോഴാണ് പ്രഷർ. വാട്ട് ഇസ് പ്രഷർ? പ്രഷർ ഈസ് എ ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ ആണെന്ന് നമുക്കറിയാം. അപ്പൊ കൊളീഷൻ സംഭവിക്കുമ്പോൾ അവിടെ ഒരു പ്രഷർ സംഭവിക്കുന്നു. ആ പ്രഷറാണ് നമുക്ക് കൊളീഷൻ ഒക്യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ വോളിയം ഓഫ് പ്രഷർ ഉണ്ടാവുന്നത്. ഈ ടോട്ടൽ അക്കൗണ്ട് ഓഫ് പ്രഷർ. കൊളീഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഈ ഇലാസ്റ്റിക് നേച്ചർ. ഒരു കൊളീഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇലാസ്റ്റിക് നേച്ചറിലായിരിക്കും. നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷൻസ് അവർക്ക് കുറവായിരിക്കും. എന്ന് വെച്ചാൽ അവര് ഫ്രീ ആയതുകൊണ്ട് അവർക്ക് അട്രാക്ഷൻ കുറയില്ല. അതേസമയം സോളിഡ് പാർട്ടിക്കിൾസ് ഇങ്ങനെ റിജിഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് തമ്മിൽ എപ്പോഴും എന്തായിരിക്കും? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. ലിക്വിഡിന് കുറച്ചും കൂടി കുറവായിരിക്കും. ഗേഷ്യസിന് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും. ഇനി പോയിന്റ്സ്: എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻ റാൻഡം ഗ്യാസ് മോളിക്യൂൾസ് വെരി ഹൈ ആയിരിക്കും. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസും വെരി ഹൈ ആയിരിക്കും. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഈസ് വെരി ഹൈ. അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് വെരി ലോ. ഇനി നെക്സ്റ്റ് വൺ, ദ വോളിയം ഓഫ് ഗ്യാസ്. എന്താണ്? വാട്ട് ഈസ് ദ വോളിയം? സബ്സ്റ്റൻസ് ഓക്യുപ്പൈഡ് ഇൻ എ സ്പേസ്. ഒരു സബ്സ്റ്റൻസ് ഓക്യുപ്പൈ ചെയ്യാനുള്ള ഒരു സ്പേസ്, അതിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. വോളിയം ഓഫ് എ ഗ്യാസ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് എ കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഓക്യുപ്പൈസ്. എന്താണ് ഒരു കണ്ടെയ്നറിൽ ഓക്യുപ്പൈ ചെയ്യുന്നത്? ആ അതാണ് വോളിയം മീൻസ് ഓക്യുപ്പൈസ്. വോളിയം മീൻസ് വ്യാപ്തം. വ്യാപ്തം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. വ്യാപ്തം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് അതിൽ ഓക്യുപ്പൈ ചെയ്യാനുള്ള, അതിൽ എന്താണ് കണ്ടെയ്ൻ ചെയ്തിരിക്കാനുള്ള അതിന്റെ സ്പേസിനെയാണ് എന്ത് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. ഈ വോളിയം ഓഫ് ഗ്യാസ്, പ്രഷർ ഓഫ് വോളിയം ഓഫ് ഗ്യാസ് ഇൻ വിച്ച് ഇറ്റ് ഓക്യുപ്പൈസ്. ഈ പ്രഷർ ഓഫ് ഗ്യാസ് നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രഷർ ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് കൊളൈഡിങ് ഉണ്ടാവുമ്പോൾ കൊളൈഡിങ് ഫലമായിട്ട് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു. ആ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. അവിടെ ഒരു പ്രഷർ സംഭവിക്കുന്നു. ഇനി വാട്ട് ഇസ് ദ സ്പെഷ്യലി മൂവ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസ്? ഗ്യാഷ്യസ് സ്റ്റേറ്റിന് സ്പെഷ്യലി മൂവ്മെന്റ് എന്താണ്? റാപ്പിഡ് മോഷൻ മൂവ്മെന്റ് ആണ്. വാട്ട് ഇസ് അസംപ്ഷൻ റിഗാർഡിംഗ് ദ പോസിബിലിറ്റി ഓഫ് കൊളിഷൻ ബിറ്റ്വീൻ ഗ്യാസ്? വാട്ട് ഇസ് ദ പോസിബിലിറ്റി? എന്തൊക്കെ സാധ്യതയാണ് ഒരു ഗ്യാസ് മോളിക്യൂൾസിന് ഉണ്ടാവാറുള്ളത്? ദേ കൊളൈഡ് ഈച്ച് അതർ, അവർ തമ്മിൽ കൂട്ടിമുട്ടുന്നു. ആൻഡ് ദേ കൊളൈഡ് വിത്ത് ദ വാൾ ഓഫ് ദ കണ്ടെയ്നർ. ഇനി ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ. ഒരു ഫോഴ്സ് യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ സർഫസ് ബൈ സർഫസ് ഏരിയ. ഒരു ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ബൈ ടോട്ടൽ സർഫസ് ഏരിയ. ദ ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ ഇസ് കോൾഡ് പ്രഷർ. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് പ്രഷർ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ ആണ് എന്ത് പ്രഷർ എന്ന് പറയുന്നത്. ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ എ സർഫസ് ബൈ സർഫസ് ഏരിയ ആണ് ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ. Force exerted per unit area is called a pressure.
ഇനി what is temperature? അടുത്ത സ്റ്റേറ്റ് ഗ്യാസിന്റെ ഒരു വേറൊരു സ്റ്റേറ്റ് ആണ് എന്ത് ഗ്യാസിന് ഉണ്ടാവുന്ന ടെമ്പറേച്ചർ. നമ്മുടെ ഗ്യാസിന്റെ ടെമ്പറേച്ചർ അനുസരിച്ച് അതിന്റെ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഓഫ് ഗ്യാസസ് ഇൻ റാപ്പിഡായിട്ട് മൂവ് ചെയ്യുന്നു. അവർക്ക് എന്താണ് മൂവ്മെന്റ് കൈനറ്റിക് എനർജി അല്ലേ അവർ മൂവ്മെന്റ് കൈനറ്റിക് എനർജി ആയതുകൊണ്ട് മൂവ്മെന്റ് കൂടുതലായിരിക്കും. അപ്പോൾ ദ ഗ്യാസ് ഈസ് ഹീറ്റഡ്, ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസസ്. നമ്മൾ ഏതെങ്കിലും ഒരു ഗ്യാസിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് എന്ത് സംഭവിക്കും? ആ ടെമ്പറേച്ചർ അതിന്റെ ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ദ മൂവ്മെന്റ് ഓഫ് ദ മോളിക്യൂൾ ഓഫ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് ഈസ് ഓൾസോ increases. As a result, the energy of the molecule of kinetic energy increases. And gas temperature increase ചെയ്യുമ്പോൾ മോളിക്യൂൾസിന്റെ മോഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പൊ അതിന്റെ മൂവ്മെന്റ് പെട്ടെന്നാവുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? അവരുടെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. ദ ടെമ്പറേച്ചർ, അപ്പൊ വാട്ട് ഈസ് ടെമ്പറേച്ചർ? ദ ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ ഇൻ എ സബ്സ്റ്റൻസസ്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാല് ഊഷ്മാവ്, താപോഷ്മാവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, താപം അളക്കുന്നതിനാണ് നമ്മൾ തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്. ടെമ്പറേച്ചർ മെഷർമെന്റ് യൂണിറ്റ് ആണ് തെർമോമീറ്റർ. അപ്പൊ നമ്മുടെ ശരീരത്തിന് ചൂട് പോലെ ഗ്യാസിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള മോളിക്യൂൾസിന് എന്തോരും ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ടാവും. ആ മൂവ്മെന്റ് റാപ്പിഡ് ആവുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഗതികോർജം, അത് കൂടുതലായിട്ട് മൂവ്മെന്റ് ഉണ്ടാവും. ആ മൂവ്മെന്റിന്റെ ഫലമായിട്ടാണ് എന്ത് ടെമ്പറേച്ചർ ഉണ്ടാവുന്നത്. അപ്പൊ ടെമ്പറേച്ചറിന്റെ കാരണം ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഇൻ എ സബ്സ്റ്റൻസസ്. Again, the right volume. What are the different characteristics depends upon the gases volume, pressure, temperature. Volume എന്ന് പറഞ്ഞാൽ വ്യാപ്തം. ഒരു ഗ്യാസ് ഒക്യുപ്പൈ ചെയ്യാനുള്ള ഒരു വാതകം എന്ത് കണ്ടെയ്നറിൽ അത് ഒക്യുപ്പൈ ചെയ്ത് വെക്കുന്നതിനാണ് വോളിയം എന്ന് പറയുന്നത്. വ്യാപ്തം. പിന്നെ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പാർട്ടിക്കിൾസ് തമ്മിലുണ്ടാവുന്ന മൂവ്മെന്റിന്റെ ഫലമായിട്ട് അവർ തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു, കൂട്ടിമുട്ടുന്നതിന്റെ ഫലമായി അവിടെ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ആ ഫോഴ്സ് ഓരോ യൂണിറ്റ് ഏരിയയിലും എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്ത് പ്രഷർ എന്ന് പറയുന്നത്. ഇനി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഗ്യാസിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്, അതായത് ആവറേജ് കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നതാണ് ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ കാരണം. ഇതിനെ ബേസ് ചെയ്ത് വോളിയം ആൻഡ് പ്രഷർ. ഒരു വോളിയം, ഒരു പ്രഷർ, ഒരു സിലിണ്ടറിലെ നമ്മൾ ഒരു സിലിണ്ടറിനെ മറ്റൊരു സിലിണ്ടറിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ വോളിയം ഓഫ് ഗ്യാസ് ഇൻസൈഡ് ദ റോബർട്ട് ബോയ്സ് ലോ പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലെ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ. അറ്റ് ബോയ്സ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലെ വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് pressure and V volume P into V is a constant. P into V is a constant ആയിട്ട് മാറും. അതായത് P is inversely proportional to V. P is equal to K. P is inversely proportional to V at a constant temperature. Constant temperature le volume of gas is volume of gas and inversely proportional to its pressure. P is the pressure and V is the volume. P into V is a constant. P into V is a constant ആയിട്ട് മാറുന്നതാണ് the Boy's law. According to the Boy's law, at a constant ഒരു സ്ഥിര ഊഷ്മാവിലെ പ്രഷർ വോളിയം ഓഫ് ഗ്യാസും എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് that is the Boy's law stated that. Next is Charles law. Charles law states that at a constant pressure, the volume of definite mass of gas is directly proportional to the temperature. Temperature directly proportional ആയിരിക്കും ചാൾസ് ലോ. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, നേരത്തെ ബോയ്സ് ലോയിൽ നമ്മൾ പറഞ്ഞത് എന്താ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ the volume of the gas is inversely proportional to pressure ആണെങ്കിൽ Charles law stated that at constant pressure the volume of gas is directly proportional to the temperature. V is volume and T is temperature. Then V by T will be a constant. V by T will be a constant. According to Charles law, P into V is a constant. According to Boyle's law, P into V is a constant, and according to Charles law,
V by T is a constant. At a constant pressure, this is a constant temperature. Difference between the Charles law and Boyle's law. At a constant temperature, the volume of the gas is inversely proportional to the temperature. According to the Charles law, the constant pressure, the temperature volume of gas is directly proportional to the temperature at the Kelvin scale. V by T will be the constant. And the next one is the Avogadro's law, volume and number of molecules. When what happened, the volume of gas increases, the temperature and pressure constant, the volume, the molecules increases, the number of molecules increases. What is the relative motion of volume and number of molecule? Number of molecule increases, volume also increases. Molecules increase, volume also increases. The Italian scientist Avogadro stated that at a constant temperature and pressure, the volume of gas is directly proportional to the number of molecules. Directly proportional to the number of molecules. Three laws are stated. Three laws are we studied. Three law. Boyle's law, Charles law, Avogadro's law. Boyle's law, what is the Boyle's law? Boyle's law, at a constant temperature, the volume of gas is inversely proportional to the pressure. That P into V is a constant. The next one is the Charles law. Charles law stated that at constant pressure, the volume of gas directly proportional to the temperature. V by T is a constant temperature in Kelvin scale. Next one is the Avogadro's law. Avogadro's law stated that at constant temperature and pressure, the volume of gas is directly proportional to number of molecules present inside the it. Let's conclude that today we are these three laws and characteristics of gaseous state characteristics are studied. After next section we will continue the next time. Thank you.